ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് സ്റ്റാർ ക്ലിക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയാണ്. ഇത് വേറെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. അതായത് ജസ്റ്റ് അവർ തന്നിരിക്കുന്ന ആഡ് നമ്മൾ വ്യൂ ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഭയങ്കര ഈസിയാണ്. ഇതിന് നമുക്ക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ ID വേണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. നമ്മൾ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഹോം പേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. പേ ഔട്ട് പല രീതിയിലുണ്ട്. അപ്പം ഒരു മിനിമം ഇത്ര രൂപ ആകുമ്പോഴാണ് നമുക്ക് പേ ഔട്ട് സാധിക്കുന്നത്. അപ്പോൾ എത്ര ആഡ്സ് ഉണ്ട്, എത്ര ആഡ് ക്ലിക്ക് ആയിട്ടുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെയുള്ള കണക്ക് നമുക്ക് ആ ഒരു ഹോം പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഇതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് സ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട പേജിലേക്ക് പോകും. അവിടെ പബ്ലിഷർ അക്കൗണ്ട് എന്നും അഡ്വർടൈസർ അക്കൗണ്ടും ഉണ്ട്. അഡ്വർടൈസർ അക്കൗണ്ട് അല്ല, അത് പരസ്യം കൊടുക്കുന്നവർ ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ടത് പബ്ലിഷർ അക്കൗണ്ട്. അതിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. കാരണം നമ്മൾ പേ ഔട്ടൊക്കെ ചെയ്യുമ്പം പേരിൽ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നമ്മുടെ അഡ്രസ്സ്, സിറ്റി എല്ലാം പിന്നെ ആ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ കൊടുക്കേണ്ട രണ്ടാമതാണ്. ആദ്യം ലാൻഡ് ഫോൺ നമ്പർ, അതില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് ചൂസ് ചെയ്യുക. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെയാണ് സെക്യൂരിറ്റി ക്വസ്റ്റ്യന്. അത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മറന്നു പോയാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നമ്മളിൽ ഏതാണോ ഓർക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് അതിൻ്റെ ആൻസറും കൊടുക്കാം. പിന്നെ റെഫർ ID, ആരെങ്കിലും നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നെങ്കിൽ ആ ഒരു ID ഇതിൽ കൊടുത്ത് ആ കോഡൂടെ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോഴും നമ്മുടെ രജിസ്ട്രേഷൻ ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ഇത് വരും. അതിൽ കയറി മെയിൽ നമ്മൾ കൺഫേം ചെയ്യണം. അതിന് ശേഷം വരുന്നതാണ് സൈൻ ഇൻ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനകത്തൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പം എൻ്റേത് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ ആ കോഡ് കൂടെ അടിച്ചു കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. അപ്പം നമുക്ക് വരുന്ന ഒരു പേജ് നമുക്ക് വരും. അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. മെമ്പേഴ്സ് ആണുള്ളത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. സിൽവർ മെമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, നമുക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഉള്ളത് 2 ആഡാണുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ. പക്ഷേ എന്നാലും നമുക്ക് ആ പൈസ കയറിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ആഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് ഓപ്പൺ ആയി വരുന്നതിന് മുമ്പ് തന്നെ ബാക്ക് അടിച്ചു. പക്ഷേ എനിക്ക് ആ 2 ആഡ് ഓപ്പണായി. അതിൽ നിന്ന് എനിക്ക് ഒരു ആഡിന് നമുക്ക് $0.01 കിട്ടുന്നത്. അപ്പോൾ 2 ആഡിനൂടെ 0.02. എൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ ഇത്രയാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് പല പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത് $50 ആകുമ്പോഴായിരിക്കും. ഇതാണ് പല പേ ഔട്ട് മെത്തേഡ്സ്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ട് ആഡ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് മന്ത്ലി ഒന്നും വിഡ്രോ ചെയ്യാൻ നടക്കത്തില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ഓപ്ഷനാണ്, അതായത് ഗോൾഡൻ, പ്ലാറ്റിനം ഒക്കെ. പക്ഷേ ഗോൾഡ് മെമ്പർഷിപ്പ് നമ്മൾ പൈസ കൊടുത്തെടുത്താലും അവർ പറയുന്ന പെർ ഡേ നമുക്ക് $5 കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ $5 നമുക്ക് ആഡിലൂടെ മാത്രമല്ല കിട്ടുന്നത്. ആഡിലൂടെ നമുക്ക് മാക്സിമം കിട്ടുന്നത് $1 ഉള്ളൂ. ബാക്കി $4 എന്ന് പറയുന്നത് അവരൊരു HTML കോഡ് തരും. ആ HTML കോഡ് നമ്മുടേതായ വെബ്സൈറ്റിലിട്ട് നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ചെയ്യുന്നവർ ഈ ആഡ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്നും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ 1 മന്തിലേക്കാണ് നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മന്തിനുള്ളിൽ നമുക്ക് വീണ്ടും ഇത്രയും $50 എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ അക്കൗണ്ട് എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റെഫറലാണ്. അതായത് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങുമ്പം ഒരു റെഫറൽ ID അവർ തരും. ആ റെഫറൽ ID വെച്ച് മറ്റൊരാൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് $0.08 കിട്ടും. അപ്പോൾ അത് ഒരുപാട് പേര് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും.
നമ്മുടെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് ഇൻബോക്സ്, സെറ്റിങ്സ്, അലേർട്ട്, ഇതാണ് റെഫറൽ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ റെഫറൽ ലിങ്ക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലിങ്കുകൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് $0.08 കിട്ടും. ഇനി അവർ അത് അപ്ഗ്രേഡ് ചെയ്യുവാണ് ഗോൾഡിലേക്കെങ്കിൽ നമുക്ക് $5 കിട്ടും. അവർ പ്ലാറ്റിനം എടുക്കുന്നെങ്കിൽ $10 കിട്ടും. അതൊക്കെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പേ ഔട്ട് റീച്ചിലേക്ക് എത്താം. $50 നമുക്ക് വിഡ്രോ ചെയ്യാം. അത് നമ്മളുടെ വർക്ക് പോലെ ഇരിക്കും ഇതിനകത്ത് പൈസ ഏൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ HTML കോഡ്, ഇതിപ്പം സിൽവർ മെമ്പർ ആയതുകൊണ്ടാണ് നമുക്കിവിടെ HTML കോഡ് അവൈലബിൾ അല്ലാത്തത്. പക്ഷെ നമ്മൾ ഗോൾഡ്, പ്ലാറ്റിനം എടുത്താൽ നമുക്കിവിടെ HTML കോഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു തവണ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് ആ ടൈമിൽ എനിക്ക് HTML കോഡിൽ നിന്ന് കിട്ടിയതാണ് ആ $1.20 എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ട്, വേരിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലേക്കൊരു നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, അതിലേക്ക് അവരൊരു OTP സെൻഡ് ചെയ്യും. അങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഓരോരുത്തരും ഓരോ ദിവസവും ടോപ്പ് മെമ്പേഴ്സ് പേ ഔട്ട് നടത്തിയ എമൗണ്ടുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ രാജ്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. അത് $10 പേ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റാർ ക്ലിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വർക്ക് ചെയ്യുക. താങ്ക് യു.